പ്രതികാരം, പക, ദേഷ്യം, പ്രതികാരം ഇതൊക്കെ അവസരം വരുമ്പോൾ വീട്ടാനുള്ളതാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചിന്ത നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലതല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തകർത്തെറിയും. ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം സമയം പാഴാക്കി സ്വയം ജീവിക്കാൻ മറക്കും. അവിടെ നമ്മുടെ ശത്രു നശിക്കുന്നതോടൊപ്പം നമ്മുടെ ജീവിതവും നശിക്കും എന്ന തിരിച്ചറിവാണ് ഇത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞത്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രണയം നിഷേധിച്ചതിൽ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ നശിപ്പിക്കുക. എന്നിട്ട് ഇത് ചെയ്തവർക്ക് കിട്ടുന്ന ലാഭം എന്താണ്? ഒന്നുകിൽ ശിക്ഷ, അല്ലെങ്കിൽ ആ ഒരു ദ്രോഹം പിന്നീട് കുറ്റബോധമായി മാറി നീറി നീറി ജീവിക്കുക. ഒരാളുടെ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ വല്ലായ്മയിൽ മറ്റൊരാൾ പരിഹസിച്ചാൽ പിന്നീടുള്ള ചിന്ത എങ്ങനെ അവരെക്കുള്ളതെല്ലാം നശിപ്പിക്കാമെന്നതായിരിക്കും. അതിനുവേണ്ടി അയാളോട് പറ്റാവുന്നതെല്ലാ ദ്രോഹവും ചെയ്യും. എന്നാലോ ആ ഒരു പരിഹസിച്ച വ്യക്തി ആയുഷ്കാലം മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എങ്കിൽ അതൊന്നും നശിക്കത്തുമില്ല. ജീവിതത്തിലെ പലതരം പ്രതിസന്ധികളെ തരണം ചെയ്ത് വിജയിച്ചു വന്ന ആ വ്യക്തി ആരൊക്കെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. എന്നാൽ ഇതിനു വേണ്ടി മനസ്സിൽ പ്രതികാര ബുദ്ധിയുമായി നടന്ന വ്യക്തി പൂർണ്ണമായും തകർന്നിരിക്കും. അതുപോലെ തന്നെ ദേഷ്യം വരുമ്പോൾ പുറത്തു വരുന്ന വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയാറില്ലേ? അത് സത്യമാണ്. ഇത്രയും കാലം കൂടപ്പിറപ്പിനെ പോലെ അല്ലെങ്കിൽ ഒരു കുടുംബമായി കഴിഞ്ഞവർ പെട്ടെന്നൊരു ദിവസം എന്തോ ദേഷ്യത്തിൽ വായിൽ പിടിക്കാത്ത മറ്റു വാക്കുകളൊക്കെ പറയുന്നു, ദേഹത്ത് കൈവയ്ക്കുകയും ചെയ്തു. പിന്നെ എന്താ സംഭവിക്കുന്നത്? മനസ്സുകൾ തമ്മിൽ അകലും. ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത വിധം ഒരു വിള്ളലി. ആ വഴക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാതെ നിലയിൽ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ തലമുറകളിലേക്കും അത് വ്യാപിക്കും. ഒരു പക്ഷേ ആരുടെയെങ്കിലും മധ്യസ്ഥതയിൽ അത് പറഞ്ഞു തീർത്തു എന്നിരിക്കട്ടെ, പഴയൊരു ഭംഗി ആ ഒരു ബന്ധത്തിൽ ഉണ്ടാകുകയില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഇതിനൊരു പരിഹാരം ഞാൻ പറയട്ടെ. ഉപദേശമായിട്ടോ ഒന്നുമല്ല, ചില യാഥാർത്ഥ്യങ്ങൾ. നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം വരുന്നുവെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ അവരുടെ ഒത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ദേഷ്യങ്ങൾ കടിച്ചമർത്തി അവരോട് പറയുക. എന്നിട്ടും അവർ തിരിച്ചറിയുന്നില്ല എങ്കിൽ ആ ബന്ധത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊടുള്ളൂ. പിന്നെ ഒരു കാര്യം, നല്ലതല്ലാത്ത കാര്യത്തിന്, അത് മറ്റുള്ളവർക്ക് ദ്രോഹമാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ആരോടെങ്കിലും വാശി പിടിക്കുന്നത് എങ്കിൽ, അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് വേണ്ട കേട്ടോ. പക അത് വേണ്ട, അത് വലിയ ആപത്താണ്. പ്രതികാരമാവാം, എന്നാൽ നിങ്ങളെ വേദനിപ്പിച്ചവരെ, നിങ്ങളെ പരിഹസിച്ചവരെ നശിപ്പിക്കാനാവരുത്. പകരം നിങ്ങളെ എന്തു പറഞ്ഞാണോ അവർ വേദനിപ്പിച്ചത് അതിന് തിരിച്ചടി കൊടുക്കേണ്ടത് അവരെ കൊണ്ട് തന്നെ നിങ്ങളെ സ്നേഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. പിന്നീട് അവർ ദുഃഖിക്കും, നിങ്ങളെ ആണല്ലോ വേദനിപ്പിച്ചത് എന്നോർത്തിട്ട്. നിങ്ങളുടെ ഇല്ലായ്മ പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചവരുടെ മുന്നിൽ സാഹചര്യങ്ങളോട് പൊരുതി നിങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് അവരുടെ മുന്നിൽ നിൽക്കുക. വളഞ്ഞ വഴിയിലൂടെ ആവരുത് കേട്ടോ. അങ്ങനെ ചെയ്താലേ ആ വിജയം താൽക്കാലികമായിരിക്കും. നേരായ വഴിയിലൂടെ അധ്വാനിച്ച് നേടുക. അങ്ങനെയുള്ള നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പരിഹസിച്ചവർ തല താഴ്ത്തി നിൽക്കും. അപ്പോഴും അഹംഭാവം ഇല്ലാതെ തന്നെ സാധാരണക്കാരനായിട്ട് പെരുമാറുക. ചില മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്. ഇല്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതിലേക്ക് വരുമ്പോൾ അഹങ്കാരം വർദ്ധിക്കും, അഹംഭാവം വർദ്ധിക്കും. അതിൻ്റെ കൂടെ മറ്റുള്ളവരെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഇനി ആർക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ചിന്ത വരും. എന്നിട്ട് വാശിയോടെ നേടിയതെല്ലാം നിങ്ങളറിയാതെ മറ്റുള്ളവർ കാരണം നശിക്കാനും ഇടവരുത്തും. ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാലേ ഇവിടെ പക, ദേഷ്യം, പ്രതികാരം തുടങ്ങിയവ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണേ.